ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്, പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് വീടിൻ്റെ കിച്ചണിലാണ്. അപ്പോൾ ഞാനിവിടെ വെറുതെ ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്കിന്ന് സ്റ്റുഡിയോയിലൊന്ന് പോകാം. സ്റ്റുഡിയോയിൽ പുതിയ ഡ്രസ്സസും ആക്സസറീസും എന്താണ് കോസ്മെറ്റിക്സൊക്കെ വന്നോ എന്നൊന്ന് നോക്കാം. നമ്മൾ കുറേ ആയി സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പം ഞാൻ കരുതി വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടായല്ലോ, അപ്പോൾ ഒരു വീഡിയോയും ആകും. അപ്പോൾ എന്താണ്, ഞാനിപ്പം പിള്ളേരെ പഠിക്കുന്ന ആൻറ്റിമാരുടെ കൂട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പം ഇനി ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് ശുണ്ഠിയായിട്ട് വരാം, എന്നിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോകാം. അപ്പോൾ ബൈ ഗായ്സ്, കുളിച്ചിട്ട് വരാം, ബൈ. അപ്പോൾ ഞാൻ ദേ പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങാൻ പോവാണ്. എനിക്കിവിടുന്ന് ഏറ്റവും അടുത്ത് ഉള്ള സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കടവന്ത്ര സ്റ്റുഡിയോ ആണ്. ഇവിടെ മൊത്തം സ്റ്റുഡിയോ ആണ്, കടവന്ത്രയിലും എടപ്പള്ളിയിലും പാലാരിവട്ടത്തും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി വന്നപ്പം ഏത് സ്ഥലത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ ഒരു സ്റ്റുഡിയോ പുതിയതായിട്ട് തുടങ്ങുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവം ഇവിടെയോ? ഇവിടെ സ്റ്റുഡിയോ തട്ടിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് ഒരു ടോപ്പ് എവിടെന്നെങ്കിലും കിട്ടിയില്ല, അവിടെ നിങ്ങളുടെ സൈസ് ആയില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ പോയി അതേ സെയിം ടോപ്പ് എന്തായാലും അവിടെ കാണും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് കടവന്ത്ര സ്റ്റുഡിയോ തന്നെ പോകാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ചേട്ടാ, സ്റ്റുഡിയോയിൽ എന്നിട്ട് കാണാം. ബൈ. നമ്മളപ്പോൾ സ്റ്റുഡിയോയിൽ വന്നു, നമ്മൾ കയറാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇനിയും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞാലും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഡിസ്പ്ലേയിലെ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നോക്കിയത് ഷർട്ട്സിൻ്റെ സെക്ഷനായിരുന്നു. 399, 499, 599 ആ റേഞ്ചിൽ ഒരുപാട് ഷർട്ട്സ് ഉണ്ടായിരുന്നു. ലോ ഷർട്ട്സും അതേപോലെ തന്നെ ക്രോപ്പ് ആയിട്ടുള്ള ഷർട്ടും അങ്ങനെ കുറേ ഷർട്ട്സ് ഉണ്ടായിരുന്നു. വൈറ്റ് ഷർട്ടൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. കുറേ കളക്ഷൻ തന്നെയുണ്ട് ഷർട്ടിൻ്റെ അവിടെ. നമ്മൾ ടോപ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ടോപ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കളറിലെയും, നമ്മളൊരു ജീൻസൊക്കെ കൊണ്ടുപോയാൽ അതിന് ചേരുന്ന ഒരുപാട് കളർ ടോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വൈറ്റ് ടോപ്പാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്, കാരണം എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. വൈറ്റ് കളറിലേക്ക് ടോപ്പ് കുറേ വന്നിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിളാണ്. 299, 399, 499 ഒക്കെ ഒരുപാട് ഡ്രസ്സ് അവൈലബിൾ ആണ്. ഓവർകോട്ട് പോലത്തതും ക്രോപ്പ് ടോപ്പും ടാങ്ക് ടോപ്പും അതേപോലെ തന്നെ സ്ലീവ്ലെസ്സും ഫുൾ സ്ലീവും ഒക്കെ ഈ ഒരു ടോപ്പ് കാണാൻ ഭയങ്കര രസമായിരുന്നേ. ഈ ടോപ്പിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 599 ആണ്. 599 ആണ് ഇതിൻ്റെ റേറ്റ്. കുറേ ഇതേ ഒരു പുലിയുടെ പോലത്തെ മോഡൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ഈ ഡ്രസ്സൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ജീൻസിൻ്റെ ടോപ്പാണെങ്കിലും അല്ലാണ്ട് നമ്മുടെ സ്കേർട്ടിന് പറ്റിയ ടോപ്പാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. പിന്നെ ഈ ഒരു ടീഷർട്ടിനൊക്കെ വന്നിട്ട് 299 മാത്രമുള്ളായിരുന്നു. ഇത് കുറേ കളറിലെ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലിടാനൊക്കെ പറ്റിയത്. പിന്നെ അതേ ഒരു അടിപൊളി ആയിരുന്നു കോട്ട് സെറ്റ്. ഇതേപോലെ വീട്ടിലിടാനുള്ള വിത്ത് ട്രൗസർ ആൻഡ് ടീഷർട്ട് വരുന്ന കുറേ കളർ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കളർ കാണിച്ചിട്ട് ഈ ഒരു പിങ്ക് കളർ, അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ, അതായത് ഫ്രൂട്ട്സിൻ്റെയും അങ്ങനെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമുക്ക് വീട്ടിൽ നല്ല ഒരു ക്ലോത്താണ്, നമുക്ക് ഇടാനായിട്ടും ഭയങ്കര സുഖമായിരിക്കും വീട്ടിലൊക്കെ ഇടാനായിട്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ 249 പാൻറ്റീസ് ഉണ്ടായിരുന്നു. പാക്ക് ഓഫ് 3 പാൻറ്റീസും ഇന്നവേഴ്സിൻ്റെ ഒരു നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയത് ലോങ് ടോപ്പാണ്. ലോങ് ടോപ്പ് ഞാൻ ഇടാറില്ല, പക്ഷേ ലോങ് ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഓഫീസിലൊക്കെ പോകാനായിട്ട് കുർത്താസൊക്കെ വേണ്ടവർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുർത്താസൊക്കെ ഒരുപാടുണ്ടായിരുന്നു, നല്ല ലോങ് ആയിട്ടുള്ള കുർത്താസ്. ചെരുപ്പിൻ്റെയൊക്കെ കളക്ഷൻ ഒരു രക്ഷയില്ല. കുറേ ചെരുപ്പുണ്ടായിരുന്നു. അത് 199, 299, 399, 699 അങ്ങനെ
കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഷൂ ആണെങ്കിൽ ഇഷ്ടം പോലെ, ചെരുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഒരു ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നത്. ജീൻസ് ആണെങ്കിലോ നോർമൽ കുർത്താസ് ആണെങ്കിലോ സാരി ആണെങ്കിലോ നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറേ ചെരുപ്പുണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു ചെരുപ്പിൻ്റെ കളക്ഷൻ ഇപ്പോൾ കൂടുതലായിട്ടും വന്നിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ അവർ കുറേ ബോക്സൊക്കെ പൊട്ടിച്ച് വീണ്ടും വീണ്ടും കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 7-9 തൊട്ട് നമുക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിപ്സ്റ്റിക്കും ഒരുപാട് നെയിൽ പോളിഷസും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ലിപ് ഷെയ്ഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു ലിപ് ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ലിപ് ഷെയ്ഡ് അത് ഞാൻ കയ്യിലിട്ടിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്, അതേപോലെ തന്നെ മേക്കപ്പ് ബാഗ്സ്, കുറേ ടൈപ്പ് ഓഫ് മേക്കപ്പ് ബാഗ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട്. നെയിൽ പോളിഷും നമ്മുടെ വെറ്റ് ടിഷ്യൂസും അതേപോലെ തന്നെ പെർഫ്യൂംസും ലിപ് ബാംസും തലയിൽ കുത്താവുന്ന ബാൻഡും ക്ലിപ്പും അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ്. അതും 499, 59, 79 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് തന്നെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഓടി നടന്ന് തപ്പി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് കുർത്താസാണ്. കുർത്താസിൻ്റെ ഭയങ്കര കളക്ഷൻ ഉണ്ടായിരുന്നു. 299 തൊട്ട് കുർത്താസ് ഇഷ്ടം പോലെ. അതായത് ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും ഡെയിലി വർക്കിനൊക്കെ പോകുന്ന ലേഡീസിനൊക്കെയാണ് ഇടാൻ പറ്റിയ ഒരുപാട് കുർത്താസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കുറച്ച് അധികം കുർത്താസ് ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് കുർത്ത കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ പോവാണ്. അപ്പം നിങ്ങൾ കളക്ഷനൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഗായ്സ്. ചോരയല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ബൈ.